ആഗോള അയ്യപ്പ സംഘത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യ IAS നമ്മളൊപ്പം ചേരുന്നു. സാർ, കറുപ്പും കറുപ്പിലൊക്കെയാണ്. സാർ ഒരു ഭക്തനായി തന്നെയാണ് ഇതിനെല്ലാം തന്നെ സംഘാടനം നയിക്കുന്നത് അല്ലേ? ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വരുന്ന ഡെലിഗേറ്റ്സ് എല്ലാവരും സന്നിധാനത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഒരുക്കങ്ങൾ കാണാൻ സന്നിധാനം പോയിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3500 ഡെലിഗേറ്റ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ 5000-ഓളം ആൾക്കാർ വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു 3500 പേരായിട്ട് റെസ്ട്രിക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ ഉള്ള 3 വേദികളിൽ നടക്കാനുള്ള മറ്റെല്ലാ സെഷനുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഫുഡിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള പന്തൽ ഏകദേശം ഒരു ഒറ്റ സിറ്റിങ്ങിൽ 1500 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇതും, പിന്നെ 500 പേര് കളിക്കാനുള്ള അങ്ങനെ 2 ഇതായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് ഈ സംഗമം എത്രത്തോളം പ്രധാനമാണ്? കാരണം ഇതൊരു മൈൽ സ്റ്റോൺ ആണോ? നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ പ്ലാൻ ആണ്. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ ആണ് അതിന്റെ ഒരു അടിത്തറയിട്ട ഒരു ബേസ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഭക്തരുടെ അഭിപ്രായം കേട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത് അല്ല? അപ്പോൾ ഫൈനലൈസ് മാസ്റ്റർ പ്ലാൻ റെഡിയാണ്. അപ്പോൾ നടപ്പിലാക്കാനായിട്ട് വേറെ എന്തൊക്കെ ഒരുക്കങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നുള്ളത് കൊണ്ടും ഈ അയ്യപ്പ സംഗമത്തില് നിക്ഷേപങ്ങൾ സമാഹരിക്കാനുള്ള ചർച്ചകൾ നടക്കുമോ? അതായത് നിക്ഷേപ സമാഹരണം ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് ആഗോള അയ്യപ്പ സംഘത്തിന്റെ കേസുകൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതോടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംഗമം ഉദ്ദേശിച്ചിട്ടുള്ളതും നടപ്പിലാക്കുന്നതും ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളതും അത് തന്നെയായിരുന്നു. 3 വേദികൾ എന്ന് പറയുന്നത് ഒരെണ്ണം മാസ്റ്റർ പ്ലാനുടെ ചർച്ചയാണ്, ഒരു വേദി സ്പിരിച്വൽ ടൂറിസത്തിന്റെ ചർച്ചയാണ്, ഒരു വേദി ക്രൗഡ് മാനേജ്മെന്റ് ചർച്ചയാണ്. പാനൽ ചർച്ചകൾ കഴിഞ്ഞാൽ ഈ പാനൽ നയിക്കുന്ന ആൾക്കാർ അതിനെ കോടീകരിച്ച് ഇവിടെ മെയിൻ വേദിയിലേക്ക് വരികയും അത് ഇവിടെ അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അത് അവതരിപ്പിച്ച് ഒരു നാളത്തെ അപ്രോച്ച് പേപ്പർ ഡോക്യുമെന്റ് ആയിട്ട് മാറും. അത് ആയിക്കഴിഞ്ഞാൽ ഭാവിയിലേക്ക് എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ള ഒരു ആലോചനകളെയാണ് ഈ പാനൽ ചർച്ചകൾ തന്നെ ചെയ്തിട്ടുള്ളത്. എല്ലാ പാനലുകളിലെയും ക്വസ്റ്റ്യൻസ് അവർ എഴുതി കൊടുക്കാനായിട്ട് നമ്മളൊരു ഇത് പ്രിന്റ് ചെയ്ത് തരുന്നുണ്ട്. അവരുടെ പേര്, ഡീറ്റെയിൽ, അവരുടെ ID നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എന്താണ് അവർക്കുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായി. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ആ പാനൽ മോഡറേറ്റേഴ്സ് തന്നെ പരമാവധി അത് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ അതിൽ ആൻസർ ചെയ്യുകയും മറ്റു കാര്യങ്ങൾ നമ്മളുടെ വലിയ കമ്മിറ്റിയുടെ ചർച്ചാ വിഷയങ്ങളാക്കി അതിനകത്ത് എന്തൊക്കെ ചേർക്കാൻ പറ്റുന്ന കാര്യം ആലോചിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾ ഈ ശബരിമല വികസനത്തിന്, ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുവേണ്ടിയാണ് സംഗമം നടത്തുന്നത്. അതിനുവേണ്ടി എല്ലാ ഭക്തരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുക എന്നതാണ് ആദ്യമായി ഇത്തരം ഉദ്യമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്യാമറാമാൻ ജയചന്ദ്രനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.